ഈ വീഡിയോയിൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനും ടെലികമ്മ്യൂണിക്കേഷനും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എഫക്റ്റീവ്നെസ്സും കൊണ്ട് ഉദ്ദേശിക്കണേ എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഫലപ്രാപ്തി എന്നാണ്. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫലപ്രാപ്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ എന്താണോ അയച്ചത് അതേപടി ആ റിസീവറിന് കറക്റ്റായിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എഫക്റ്റീവ്നെസ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ആണ്. ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ സിസ്റ്റം വഴി ഒരു ഡാറ്റ ഡെലിവറി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സിസ്റ്റം ആ ഡാറ്റ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ ഡെലിവർ ചെയ്യണം. അതായത് ഇപ്പം എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് അല്ലെങ്കിൽ എനിക്കൊരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പേഴ്സണലി എൻ്റെ കയ്യിൽ തന്നെ വേണം വരാൻ, അല്ലാതെ എൻ്റെ പാരൻസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിലേക്കോ അല്ല പോകേണ്ടത്. അതാണ് ഡെലിവറി കൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ആക്യുറസിയാണ്. ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ: സിസ്റ്റം നമ്മളുടെ ഡാറ്റ ആക്യുറേറ്റ് ആയിട്ടായിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എപ്പോഴും ഒരു ട്രാൻസ്മിഷൻ മീഡിയം വെച്ചിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വയേഴ്സോ അല്ലെങ്കിൽ റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ വയറിൽ എന്തെങ്കിലും ബെൻഡോ കാര്യങ്ങൾ വരികയാണെങ്കിലോ അതല്ല എങ്കിൽ റേഡിയോ വേവ്സിൽ എന്തെങ്കിലും ഫ്രീക്വൻസി വേരിയേഷൻസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ഡാറ്റ ആൾട്ടർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആൾട്ടർ ആയി പോവുകയാണെങ്കിൽ ആ ഡാറ്റ പിന്നെ അൺയൂസബിൾ ആണ്. അതുകൊണ്ട് തന്നെ റിസീവറിന് എപ്പോഴും ഈ ഒരു ആൾട്രേഷൻ നടന്നിട്ടുള്ള സിറ്റുവേഷനിൽ ഡാറ്റ കറക്റ്റ് ചെയ്തിട്ട് വേണം റിസീവറിൻ്റെ കയ്യിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ പിന്നെ റിസീവറിന് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ടൈംലിനെസ് എന്ന് പറയുന്ന ഫാക്ടറാണ്. ടൈംലിനെസ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റ സിസ്റ്റം ഓൺ ടൈമിന് ഡെലിവർ ചെയ്തിട്ടുണ്ടാവണം. അതല്ലാതെ ഇപ്പോൾ ഡാറ്റ എപ്പോഴെങ്കിലും ലേറ്റ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ ആ ലേറ്റായി പോയിട്ടുള്ള ഡാറ്റ കൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഉണ്ടാവത്തില്ല. ഇതിന് പറ്റിയൊരു യൂസ് കേസ് പറയാൻ പറ്റിയത് വീഡിയോ കോളും ഓഡിയോ കോളും ഒക്കെയാണ്. കാരണം അവിടെ നമ്മൾ റിയൽ ടൈം ട്രാൻസ്മിഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, അത് റിസീവറിൻ്റെ സൈഡിൽ അപ്പം തന്നെ കേൾക്കുകയും വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡാറ്റയൊക്കെ ഡെലിവർ ആവാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കായി പോകും. അതുകൊണ്ട് ടൈംലിനെസ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ: നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ഓർഡറിൽ യാതൊരു ഡിലേയും കൂടാതെ പെട്ടെന്ന് തന്നെ റിസീവർ സൈഡിലേക്ക് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. അവസാനമായിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജിറ്ററാണ്. ജിറ്ററും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ: നമ്മളുടെ ഡാറ്റ പാക്കറ്റ് അറൈവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിലുള്ള വേരിയേഷനെയാണ് ജിറ്ററും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മളുടെ ഓഡിയോ വീഡിയോ പാക്കറ്റ് ഡെലിവർ ആവാൻ ചിലപ്പോൾ അതാദ്യം കറക്റ്റായിട്ട് ഓരോ 30 മില്ലി സെക്കൻഡിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡാറ്റ തരുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് 40 മില്ലി സെക്കൻഡായിട്ട് ഡിലേ ആവാം. ചിലപ്പോൾ അത് കഴിയുമ്പോൾ അത് 50 ആവാം. ചിലപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് 30 ആവാം. അങ്ങനെ ഡിലേ കൂടുകയും കുറയും, ഓൺ ടൈമിനാവുകയും അങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കാണുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഓഡിയോ സർവീസസിലൊക്കെ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഫീൽ ചെയ്യും. ഇത് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ PUBG ഒക്കെ കളിക്കുന്നവർക്കാണ്. അതായത് നെറ്റൊക്കെ ലാഗ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എനിമീസിനെ ഓൺ സൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യും, പക്ഷേ ഒരു സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ പെട്ടിയിലാവുന്നത് നമ്മളായിരിക്കും. അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ജിറ്ററാണ്. പലരും പിങ് മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. പിങ് മാത്രമല്ല, പാക്കറ്റ് ലോസും അതുപോലെ ജിറ്ററൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിക്ക് എഫക്റ്റ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും, ഈ ജിറ്ററും ടൈംലിനെസ്സും രണ്ടും ഒന്ന് തന്നെയല്ലേ എന്നുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്, എന്നാലും വ്യത്യാസമുണ്ട്. അതായത് ടൈംലിനെസ്സിൻ്റെ അകത്ത് ലാക്ക് ഓഫ് ടൈംലിനെസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെലിവർ ആവുന്നത് ലേറ്റാണ് എങ്കിൽ നമുക്ക് ആ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ജിറ്ററായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഡാറ്റ നമുക്ക് വരും,
ഈവൻ അത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരു സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഓഡിയോ കോൾ വീഡിയോ കോളിൻ്റെ അകത്താണെങ്കിൽ ഡാറ്റ ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിൽ ഇപ്പോൾ വാട്സപ്പിലൊക്കെ ചക്രം കറങ്ങൂലേ, അതേപോലെ കറന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ അതേസമയം ജിറ്ററിൻ്റെ അകത്താണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രെയിംസൊക്കെ ഒന്ന് നെറ്റ് ലാഗ് ആകുമ്പോഴേക്കും ഒന്ന് മാറി വരും. അതായത് ഫ്രണ്ടിൽ നിൽക്കണ എനിമി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരിക, അതല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വെടി വെക്കേണ്ടത് കറക്റ്റായിട്ട് കൊള്ളേണ്ടടുത്ത് കൊള്ളത്തില്ല. അങ്ങനത്തെയൊക്കെ സിനാരിയോസ് വന്നത് അത് ജിറ്റർ വരുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ജിറ്റർ കൂടുന്നതനുസരിച്ചിട്ട് സ്മൂത്ത്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ടൈംലിനെസ്സിനാണെങ്കിൽ ഡാറ്റ ലേറ്റ് ആയാൽ പിന്നെ പറയാൻ വേണ്ട, ഒരു പരിപാടി നടക്കത്തില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്.